നമസ്കാരം, അമൃതാണ്. മിറായ് ഞാൻ ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ എനിക്ക് അന്ന് തന്നെ റിവ്യൂ ചെയ്യാനുള്ളൊരു മനസ്സൊന്നും വന്നില്ല. എനിക്ക് കാരണം സിനിമ കൊള്ളാം, ഇത്തരത്തിലുള്ളൊരു ഹെവി ബഡ്ജറ്റ് സിനിമയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ബാഹുബലി, ഇതൊരു കമ്പാരിസൺ ഞാൻ പറയല്ല. പക്ഷെ എങ്കിലും നമ്മൾ അത്തരത്തിൽ ഗ്രാവിറ്റിയിൽ രാജമൗലിയുടെയൊക്കെ ഒരു മേക്കിംഗ് കണ്ടിട്ട് അപ്പോൾ ആ ഒരു സ്കെയിലുള്ളൊരു സിനിമയായിട്ട് നോക്കി കാണുമ്പോഴത്തേക്ക് സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ VFX CG ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതിൻ്റെ CGക്കൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ CG പാർട്ട് വരുമ്പോൾ CG ആണെന്ന് സ്പെസിഫിക് ആയിട്ട് ആളുകൾ അറിയിക്കേണ്ടതുണ്ട്. അത് CGI ആണെന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ ഞങ്ങൾ ഇത്രയും നന്നായിട്ട് CGI ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ CGI ആയിട്ട് എഴുതി കാണിക്കുന്നതാണെന്ന് അറിയത്തില്ല. അത് ഇപ്പോഴത്തെ കറണ്ട് പോളിസി അനുസരിച്ച് ഇനി CGI പാർട്ട് വരുമ്പോൾ CGI ആണെന്ന് മെൻഷൻ ചെയ്യണമെന്നുണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും CGI ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. വിഷ്വൽ എഫക്ട്സും ഒക്കെ VFX ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സിനിമയ്ക്ക് ഒരു പെർഫെക്ഷൻ്റെ കുറവ് ഫീൽ ചെയ്തു. പിന്നെ ഈ പറയുന്ന സ്റ്റോറിയെ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ അഗസ്ത്യ ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള അഗസ്ത്യ ഗുരുവിൻ്റെ പ്രസൻറ്റേഷൻ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. ഒരുപക്ഷെ ചിരഞ്ജീവിയാണ് എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ആളുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് ജനറേഷനുമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നായിരിക്കാം ഇതിൻ്റെ സംവിധായകനും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അത് ഒട്ടും ഒരു മാച്ചായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ജയറാം ആ ഒരു അഗസ്ത്യ ഗുരു എന്ന് പറയുന്ന ക്യാരക്ടറിൽ വന്ന് വളരെ ബോറാക്കി വെച്ചാണൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴാണ് ആ ഒരു സിനിമയുടെ ഒരു ജീവൻ കിട്ടുന്നില്ല സിനിമയ്ക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പിക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ പിന്നും കുറേയൊക്കെ റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ അതൊരു രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഈ പറഞ്ഞ കണക്ക് ഒരു പെർഫെക്ഷൻ ഇല്ല സിനിമയ്ക്ക്. ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഗൂസ് ബംസ്, അല്ലെങ്കിൽ നമ്മളിലൊരു നമുക്ക് ഫീൽ ചെയ്യണ്ടേ ഇതൊരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഫിക്ഷ്യസ് ആയിട്ടൊരു സിനിമ, ഒരു ഫിക്ഷൻ ടൈപ്പ് ഒരു സിനിമ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനോടൊരു പൂർണ്ണമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തില്ല. ഇതിന് എനിക്ക് പേഴ്സണലി എനിക്ക് കണക്ട് ആവാതിരുന്നതായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ എന്നിലെ പ്രേക്ഷകൻ ഇത്രയൊക്കെയാണ് അതിൽ നിന്ന് ഫീൽ ചെയ്തത്. പിന്നെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ച് നോക്കും. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഹൈ സ്കെയിൽ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെറും ഒരു ബഡ്ജറ്റിൽ മാത്രം ആകാൻ പാടില്ല. ആ ഒരു സ്കെയിൽ മാത്രം കൊണ്ടൊരു സിനിമ ഭയങ്കര സംഭവം ആവത്തില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അത് എടുത്തു വെച്ചതിലുള്ള കുറേ ഇംപെർഫെക്ഷൻസ് ഈ സിനിമയ്ക്കുണ്ട്. ഇതിൻ്റെ VFXും CG ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതുപോലെ സ്റ്റൺസൊക്കെ നല്ല സൂപ്പറായിട്ട് കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു തിയേറ്റർ വാച്ച് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഇതിൻ്റെ VFXും ഒരു ഏരിയയൊക്കെ അത്യാവശ്യം പണിയെടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആ പാർട്ട് മാത്രമൊക്കെ കട്ട് ചെയ്ത് കാണിച്ച സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാവാൻ ചാൻസസ് ഉണ്ട്. നല്ല ഗൂസ് ബംസ് സിറ്റുവേഷൻസ് ഉണ്ട്. അത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്ത് നല്ല എഫക്റ്റീവ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് ഒരു സിനിമ ഓവറോൾ ഒരു സിനിമ ഒരു വ്യൂവർ പെർസ്പെക്റ്റീവിൽ എനിക്ക് അത്ര ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും ഈ സിനിമ തോന്നിയില്ല. സോ അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ മൂവിക്ക് ഔട്ട് ഓഫ് 10 ഒരു 6 റേറ്റ് ചെയ്യുന്നു. പൊതുവേ ഞാൻ കാണുന്ന സിനിമകൾ എനിക്കത്ര ഭയങ്കര സംഭവമായിട്ട്, അല്ലെങ്കിൽ എനിക്കത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിവതും ഒരു 2-3 ഡേയ്സ് ഒന്നും ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്തിടാറില്ല. കാരണം അതൊരു സിനിമയ്ക്കൊരു നെഗറ്റീവ് ആവണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനത് റിവ്യൂ ചെയ്തിടും. എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാറില്ല. കാരണം അതൊരു വെറുതെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് വെച്ച് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.